നമസ്കാരം. 2026 മെയ് മാസം ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മാസമായിരുന്നു. കാരണം അത്യാവശ്യം നല്ല സെയിൽ നടന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാരുതി ആയിക്കോട്ടെ, ഹ്യുണ്ടായി ആയിക്കോട്ടെ, ടാറ്റ മോട്ടോഴ്സ് ആയിക്കോട്ടെ, മഹീന്ദ്ര ആയിക്കോട്ടെ, ഈവൻ കിയ ആയിക്കോട്ടെ, ടൊയോട്ട അത്യാവശ്യം നല്ല സെയിൽ നേടി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാർക്കറ്റ് ഇപ്പോൾ ഒരു ട്രാൻസിഷൻ ഫേസിലാണ്. ഇപ്പോൾ നമുക്കറിയാം ഹൈബ്രിഡ് കാറുകൾ ഫ്യൂച്ചർ ഹൈബ്രിഡ് ആണ് എന്ന് വിശ്വസിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഹൈബ്രിഡിന് താരതമ്യേന ടാക്സ് ഒക്കെ നല്ല കൂടുതലാണ്. കാരണം ഇപ്പോൾ ഹോണ്ട സിറ്റിയുടെ ഹൈബ്രിഡ് കാറൊക്കെ നമ്മൾ നോക്കൂ, 27 കിലോമീറ്ററൊക്കെ മൈലേജ് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും നല്ല വിലയാണ് ഈ ഒരു വാഹനത്തിന്. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ വിലയും ഇതിൽ നിന്ന് കിട്ടുന്ന മൈലേജും മറ്റൊരു വാഹനം പെട്രോൾ വാഹനം നമ്മൾ എടുക്കുന്ന വിലയും അതിൽ നിന്ന് കിട്ടുന്ന മൈലേജും അവിടെ കുറച്ച് പൈസ നമ്മൾ കുറച്ചാണല്ലോ കൊടുക്കുന്നത്. അതുമൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം എല്ലാം സെയിം ആയിട്ട് വരും. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബാലൻസിൽ നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകളുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. ഡീസലിൽ ഇനി ഐസോബ്യൂട്ടനോൾ മിക്സ് ചെയ്യാൻ പോവുകയാണ്. 2027 അത് നടക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫ്ലെക്സ് ഫ്യൂൽ മാരുതി സുസുക്കി അൺവീൽ ചെയ്തിട്ടുണ്ട്, വാഗണാറിലാണ്. അതിനുശേഷം ഇനി അതിൻ്റെ ഫ്രോങ്സിൻ്റെ ഫ്ലെക്സ് ഫ്യൂൽ വരുന്നുണ്ടായിരിക്കും. പിന്നെ ബ്രെസ്സയുണ്ട്, അതിൻ്റെ ഫ്ലെക്സ് ഫ്യൂൽ വരുന്നുണ്ടായിരിക്കും. ടാറ്റ മോട്ടോഴ്സിൻ്റെ സൈഡിൽ നിന്നും പഞ്ചിൻ്റെ ഫ്ലെക്സ് ഫ്യൂൽ തീർച്ചയായിട്ടും വരും. നെക്സോണിൻ്റെ ഫ്ലെക്സ് ഫ്യൂൽ വരുന്നുണ്ടായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രെറ്റ, അതിൻ്റെ ഫ്ലെക്സ് ഫ്യൂൽ വേർഷൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തീർച്ചയായിട്ടും വരും. മഹീന്ദ്രയുടെ സൈഡിൽ നിന്നും ഒരുപാട് വാഹനങ്ങൾ, അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3XO ആണ് പ്രധാനമായിട്ടും അവർ ഫ്ലെക്സ് ഫ്യൂലിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളൊരു വാഹനം. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 മെയ് മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ വാഹനങ്ങൾ, അതിൻ്റെ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ 1 മുതൽ 10 വരെ നമ്മൾ റാങ്ക് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ കണ്ട് വിലയിരുത്തിയതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യമേ തന്നെ നോക്കേണ്ടത്, നമ്മളിപ്പം ടോപ്പ് 10 കാറുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ 1, 2, 3 സ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനം 1, 2, 3 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ 1ാമത്തെ സ്ഥാനമോ 2ാമത്തെ സ്ഥാനമോ 3ാമത്തെ സ്ഥാനമോ 4ാമത്തെ സ്ഥാനമോ ഈ ഒരു പൊസിഷനിൽ വരുന്ന ഒരു വാഹനമാണ് ഇന്ന് 10ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. മിഡ് സൈസ് SUV കിങ് എന്ന് വിളിക്കാം ക്രെറ്റ സെഗ്മെൻ്റ് എന്ന് തന്നെയാണ് ആ ഒരു സെഗ്മെൻറ്റ് അറിയുന്നത്. ഇപ്പോൾ ക്രെറ്റയുടെ ഒരു സെയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2026 മെയ് മാസത്തിൽ 15,253 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഓൺ ആൻ ആവറേജ് ക്രെറ്റയ്ക്ക് ലഭിക്കുന്ന ഒരു സെയിൽ എന്ന് പറയുന്നത് ഒരു 16,000, 16,500 ആ ഒരു റേഞ്ച് തന്നെയാണ്. 17,000 കിട്ടിയ സന്ദർഭങ്ങളുണ്ട്. എന്നാൽ പോലും ഇതൊരു കുറഞ്ഞ സെയിൽ എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. 2027 അടിമുടി മാറി ക്രെറ്റ പുതിയൊരു വേർഷൻ വരാൻ പോവുകയാണ്. ക്രെറ്റയുടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ എന്ന് നമുക്കതിനെ പറയാൻ കഴിയും. ക്രെറ്റ നിലവിൽ പെട്രോളിൽ അവൈലബിൾ ആണ്. 1.5 MP എഞ്ചിനാണ് അവിടെ ഉള്ളത്. നമുക്കറിയാം 113 bhp പവറും 143 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. വലിയ പവറുണ്ട് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അത്തരത്തിൽ പവർ വേണ്ടവർക്ക് ടർബോ ചാർജ്ഡ് N ലൈൻ എന്ന് പറയുന്ന ഒരു വേർഷനുണ്ട്. ഈ ഒരു വേർഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനം എന്നുള്ള രീതിക്ക് നമുക്ക് കാണാം. പിന്നെ ഇലക്ട്രിക് ഉണ്ട്. ഇലക്ട്രിക്കിൻ്റെ കാര്യം നമുക്കറിയാം, ക്രെറ്റ അത്യാവശ്യം നല്ല സെയിൽ ഇലക്ട്രിക്കിൽ നേടുന്നുണ്ട്. പിന്നെ ഡീസലുമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യുണ്ടായിലും കിയയിലും ഒക്കെ കാണുന്ന കോമൺ ആ ഡീസൽ എഞ്ചിൻ തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്ക് വിലഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ വാഹനത്തിന് 10,91,000 മുതൽ 20,11,000 വരെയാണ് എക്സ് ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി N ലൈനിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ 17,83,000 മുതൽ 20,10,000 വരെയാണ് N ലൈൻ എന്ന് പറയുന്ന വേർഷൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇലക്ട്രിക്കിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ 18,03,000 മുതൽ 24,70,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 9ാമത്തെ സ്ഥാനത്ത് വന്നൊരു വാഹനം യഥാർത്ഥത്തിൽ ഒരു റിയൽ SUV എന്ന് നമുക്ക് വിളിക്കാം. ഇപ്പോൾ നമ്മൾ ക്രെറ്റേനെയൊക്കെ SUV എന്ന് വിളിക്കുമ്പോഴത്തേക്കും അതൊരു മോണോകോക്കാണ്. അതിനെ ഒരു മോണോകോക്ക് വാഹനത്തിന് SUV കൈൻഡ് ഓഫ് ലുക്കൊക്കെ കൊടുത്ത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഒരു 180 mm ക്രെറ്റയ്ക്കുള്ളത് ആ ഒരു രീതിയിൽ കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇവിടെ ലാഡ്രോൺ ഫ്രെയിമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിയർ വീൽ ഡ്രൈവ് വാഹനങ്ങളാണ്. സ്കോർപിയോ ആണ്. അപ്പോൾ സ്കോർപിയോ എന്ന് പറയുന്ന നെയിം പ്ലേറ്റിൽ 2 വാഹനങ്ങൾ വരുന്നുണ്ട്. സ്കോർപിയോ ക്ലാസിക് വരുന്നുണ്ട്, സ്കോർപിയോ N വരുന്നുണ്ട്. സ്കോർപിയോ ക്ലാസിക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കോർപിയോ ക്ലാസിക് ഡീസലിലും മാനുവലിലും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13 ലക്ഷം മുതൽ 17 ലക്ഷം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. 7 സീറ്റർ വാഹനമാണ്, ഡീസൽ വിത്ത് മാനുവൽ ട്രാൻസ്മിഷൻ. ഇത് മാത്രമാണ് ഇവിടെ നമുക്കൊരു ചോയ്സ് ആയിട്ടുള്ളത്. ഇനി സ്കോർപിയോ എന്നിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലക്ഷറിയാണ് ആ ഒരു വാഹനം. ഇവിടെ ഡീസലുണ്ട്, പെട്രോളുണ്ട്, മാനുവൽ ട്രാൻസ്മിഷൻ ഒബ്വിയസ്ലി നമുക്കറിയാം അതുണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഉണ്ട്. 13,49,000 മുതൽ 24,95,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. 2026 മെയ് മാസത്തിൽ
15,774 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ രണ്ട് വാഹനങ്ങളും ചേർത്താണ് ഈ ഒരു നമ്പർ വന്നിട്ടുള്ളത്. ഇനി 8ാം സ്ഥാനത്ത് ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് എന്ന് വിളിക്കാൻ കഴിയില്ല, ഇപ്പോൾ കഴിയില്ല. മുമ്പൊക്കെ നമുക്ക് അങ്ങനെ വിളിക്കാമായിരുന്നു. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. സ്വിഫ്റ്റിന് ഇപ്പോൾ നിലവിൽ സ്വിഫ്റ്റിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് 3 സിലിണ്ടർ എഞ്ചിനാണ്. സെറ്റൽ ഇ എന്ന് പറയുന്ന എഞ്ചിനാണ്. നമുക്കറിയാം 81.10 bhp പവറും അപ്രോക്സിമേറ്റ്ലി 111 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നത്. മോശമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇനി അങ്ങോട്ട് വരുന്ന സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലെ ഒരു ജനറേറ്റർ ആണല്ലോ ഈ ഒരു എഞ്ചിൻ എന്ന് വിചാരിക്കുമ്പോൾ പഴയ പ്രതാപകാലത്തെ സ്വിഫ്റ്റിലിരുന്ന എഞ്ചിനെ കുറിച്ചൊക്കെ ഒന്ന് ഓർത്തുപോയി. 17,519 യൂണിറ്റുകളാണ് 2026 മെയ് മാസം സ്വിഫ്റ്റിനെ വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. CNGയിൽ അവൈലബിൾ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്, AMD ട്രാൻസ്മിഷനുണ്ട്. അതാണ് ഇവരുടെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഈ ഒരു വാഹനത്തിൽ. 5,79,000 മുതൽ 8,80,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 7ാം സ്ഥാനത്ത് മാരുതി സുസുക്കിയുടെ വാഗണാറാണ്. വാഗണാറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും 2 എഞ്ചിൻ ഓപ്ഷനിൽ അവൈലബിൾ ആണ്. K10C എന്ന് പറയുന്ന എഞ്ചിനും K12N എന്ന് പറയുന്ന എഞ്ചിനും. അത് ZXi പ്ലസ് എന്നിങ്ങനെ ടോപ്പ് എൻഡ് 2 ട്രിമ്മിൽ മാത്രമാണ് ആ ഒരു എഞ്ചിൻ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഒരുപാട് CNG വാഹനങ്ങൾ ടാക്സി പർപ്പസിന് പോകുന്നുണ്ട്. ആ നമ്പറുകളെല്ലാം ചേർത്ത് 18,076 യൂണിറ്റുകൾ 2026 മെയ് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 17,519 യൂണിറ്റ് ആയിരുന്നു സ്വിഫ്റ്റിന് വിൽക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇവിടെ 18,076 യൂണിറ്റിലേക്ക് അത് ഉയർന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 4,99,000 മുതൽ 6,95,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. AMD ട്രാൻസ്മിഷനുണ്ട്. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാരുതി വിളിക്കുന്നത് AGS എന്നുള്ളതാണ്. പ്രധാനമായിട്ട് എടുത്തുകൊണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വാഗണാറിൻ്റെ ഫ്ലെക്സ് ഫ്യൂൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഡൽഹിയിലേക്ക് ഫ്ലെക്സ് ഫ്യൂലിൻ്റെ റേറ്റും വന്നു. അതായത് 80 രൂപയാണ്, അറൗണ്ട് ഒരു 80 രൂപയാണ് ഫ്ലെക്സ് ഫ്യൂലിൻ്റെ റേറ്റ് എന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനി നല്ല വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും. അത് ഫ്ലെക്സ് ഫ്യൂലിലായിരിക്കും എന്നുള്ളതാണ് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക്. 6ാമത്തെ സ്ഥാനത്ത് മാരുതി സുസുക്കിയുടെ ബലീനോ ആണ്. ഇനി ബലീനോയ്ക്ക് തീർച്ചയായിട്ടും ഒരു അപ്ഡേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത വർഷം മാരുതി സുസുക്കിയുടെ ബലീനോയുടെ ഒരു അപ്ഡേഷൻ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും. ഇവിടെ 4 സിലിണ്ടർ എഞ്ചിനാണ്, സെറ്റൽ ഇ എന്ന് പറയുന്ന എഞ്ചിനല്ല. ഇവിടെ K12N എന്ന് പറയുന്ന എഞ്ചിനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ AMD ട്രാൻസ്മിഷനുണ്ട്, CNG അവൈലബിൾ ആണ്. 5,99,000 മുതൽ 9,10,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഒരിക്കൽ പോലും ഒരു CVT ട്രാൻസ്മിഷൻ ഈ ഒരു സെഗ്മെൻറ്റിൽ അധികം കാണാറില്ല. മാരുതി കാറുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാരുതി സുസുക്കി ബലീനോയുടെ സെയിൽ നമ്പർ 18,396 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ സെയിൽ എപ്പോഴും മാരുതി സുസുക്കി ബലീനോ നേടുന്നുണ്ട്. ഇനി 5ാം സ്ഥാനത്ത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു പൊൻതൂവൽ എന്ന് നമുക്ക് വിളിക്കാം. ടാറ്റയുടെ നെക്സോൺ ആണ്. എല്ലാ അവതാരത്തിലും ഈ ഒരു വാഹനമുണ്ട്. 19,100 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. ഇനി ഫ്ലെക്സ് ഫ്യൂലിലും ഈ ഒരു വാഹനം വരും. പെട്രോളിൽ അവൈലബിൾ ആണ്, ഡീസലിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്, ഇലക്ട്രിക്കലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 7,37,000 മുതൽ 14,22,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ വേർഷൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇലക്ട്രിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 12,49,000 മുതൽ 17,49,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 4ാം സ്ഥാനത്ത് ടാറ്റ മോട്ടോഴ്സിൻ്റെ മൈക്രോ SUV കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ് ടാറ്റ പഞ്ചാണ്. നമുക്കറിയാം റീസെൻ്റ്ലി അതിനൊരു അപ്ഡേഷൻ ലഭിച്ചു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 3 സിലിണ്ടർ എഞ്ചിനാണ് പെട്രോൾ, പക്ഷേ ടർബോ പെട്രോൾ ആഡ് ചെയ്തു എന്നുള്ളതും ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് തന്നെയാണ്. നാച്ചുറലി ആസ്പിറേറ്റഡ് 3 സിലിണ്ടർ എഞ്ചിനുണ്ട്. അത് മാത്രമല്ല ടർബോ പെട്രോൾ ഉണ്ട്. ഇലക്ട്രിക്കലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്, CNGയിലും അവൈലബിൾ ആണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5,60,000 മുതൽ 10,60,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ വേർഷൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി നമ്മൾ ഇലക്ട്രിക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9,69,000 മുതൽ 12,59,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. നമ്മളൊരു കാര്യം എടുത്തു വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 30 kWh ബാറ്ററി പാക്കിലും 40 kWh ബാറ്ററി പാക്കിലും ഈ 2 വേർഷനിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഇനി 3ാം സ്ഥാനത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അങ്ങനെ ആരും ശ്രദ്ധിക്കാത്തൊരു വാഹനമാണ്, പക്ഷേ നല്ല സെയിൽ നേടുന്നുണ്ട്, എർട്ടിഗയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20,350 യൂണിറ്റുകൾ 2026 മെയ് മാസം എർട്ടിഗ ടോട്ടൽ വിറ്റു എന്നുള്ളത് അത്ഭുതപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ടാക്സി സെഗ്മെൻറ്റിലേക്ക് ഒരുപാട് വാഹനങ്ങൾ വിറ്റു പോകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. CNGയിൽ അവൈലബിൾ ആണ്, പെട്രോളിൽ അവൈലബിൾ ആണ്. ടോർക്ക് കൺവെർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. 7 സീറ്ററാണ്. 8,80,000 മുതൽ 12,94,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഈ ഒരു വാഹനത്തിന് ഒരു അപ്ഡേഷൻ തീർച്ചയായിട്ടും ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. 2ാം സ്ഥാനത്ത് ബലീനോയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വാഹനമാണ് ഫ്രോങ്സ്. 20,686 യൂണിറ്റുകൾ 2026 മെയ് മാസം ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു.
6,87,000 മുതൽ 11,98,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. K12N എന്ന് പറയുന്ന എഞ്ചിനാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം 1 ലിറ്റർ ടർബോ പെട്രോൾ വേർഷനും ഈ ഒരു വാഹനത്തിൽ അഡീഷണൽ ആയിട്ട് അവൈലബിൾ ആണ്. പെട്രോളിലും CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഇനി ഒന്നാം സ്ഥാനത്ത് ഡിസയറാണ്. നിങ്ങൾ വിശ്വസിക്കുമോ? സാധാരണഗതിയിൽ കോമ്പാക്റ്റ് സെഡാൻ സെഗ്മെൻറ്റ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 വാഹനങ്ങളാണ് നല്ല രീതിക്ക് ഈ ഒരു മാർക്കറ്റിൽ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോണ്ടയുടെ അമേസ് ഉണ്ട്, അതല്ലെങ്കിൽ മാരുതി സുസുക്കിയുടെ ഡിസയർ ഉണ്ട്. ഇപ്പോൾ ടിഗോറിൻ്റെ കേസൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ടിഗോറൊക്കെ അങ്ങ് ഫേഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. 24,546 യൂണിറ്റുകൾ 2026 മെയ് മാസത്തിൽ ടോട്ടൽ സ്വിഫ്റ്റ് ഡിസയർ എന്ന് വിളിക്കാൻ കഴിയില്ല, ഇപ്പോൾ ഡിസയർ എന്നാണ് എൻ്റെ പേര്. ഡിസയർ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സെറ്റൽ എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിനാണ് ഇവിടെ ഉള്ളത്. CNGക്ക് അത്യാവശ്യം നല്ല രീതിക്ക് സെയിലാകുന്നുണ്ട്. അത് ടാക്സി പർപ്പസിലേക്ക് പോകുന്നുണ്ട്. ആ നമ്പറെല്ലാം ചേർത്താണ് 24,546 യൂണിറ്റുകൾ 2026 മെയ് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 6,26,000 മുതൽ 9,31,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണം നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.